വീണ്ടും വാർത്തകളിലേക്ക്. ഹമാസിനെ നിരായുധീകരിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന ബെഞ്ചമിൻ നെതന്യാഹു ബന്ദികളുടെ മോചനം വരും ദിവസങ്ങളിൽ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ നാളെ ഈജിപ്തിൽ ആരംഭിക്കും. സമാധാന ധാരണ വൈകിപ്പിക്കാൻ അനുവദിക്കില്ല എന്നും വെടിനിർത്തൽ നടപ്പിലാക്കാൻ കർമ്മപരിപാടികൾ ഉടൻ ആരംഭിക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. കടുത്ത മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നാലും ഹമാസിന്റെ നിരായുധീകരണം നടപ്പാക്കുമെന്ന ഉറച്ച നിലപാടിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത സമ്മർദ്ദത്തിന് പിന്നാലെയാണ് സമാധാന ധാരണയ്ക്ക് ഹമാസ് തയ്യാറായത്. ബന്ദികളുടെ മോചനം വൈകാതെ നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. Hamas was ready a year ago or even a couple of years ago to release all the hostages without any withdrawal from the strip. I say to those, these are lies. What has caused the change or the shift in the position of Hamas, it was only thanks to the political pressure and also thanks to the support you Israeli citizens have given me, and also thanks to the army. And despite the internal and external pressures, we did not give up. If we did so, we would have left Gaza without achieving any of our goals. സമാധാന ധാരണ നടപ്പാക്കുന്നത് വൈകരുതെന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകുന്നുണ്ട്. അതേസമയം സമാധാന ധാരണയിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. നാളെ ഈജിപ്തിൽ ചർച്ചകൾ ആരംഭിക്കാനാണ് ധാരണ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.